നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്നത് ഫേസ്ബുക്കിലെ ഞങ്ങൾ ആറ്റിങ്ങൽക്കര എന്നൊരു ഫേസ്ബുക്ക് പേജിൽ വന്ന ഒരു പോസ്റ്റിന്റെ അടിസ്ഥാനം പറയുന്നു. 70കളുടെ മധ്യകാലഘട്ടം. അന്ന് ഞാൻ തിരുവനന്തപുരം SMB ഹൈസ്കൂൾ വിദ്യാർത്ഥി. ഞാനും ഇന്നത്തെ സീരിയൽ സിനിമാ നടൻ വഞ്ചൂർ പ്രവീണും സ്കൂൾ നാടകങ്ങളിൽ പയറ്റുന്ന കാലം. സ്കൂളിനടുത്ത് മേക്കപ്പ്, ഗോൾഡ് കവറിംഗ് സാധനങ്ങൾ വിൽക്കുന്ന ഒരു കടയുണ്ടായിരുന്നു. ജ്യോതി ഗോൾഡ് കവറിംഗ്സ്. ഒരു കണ്ണനും അയാളുടെ അളിയനുമാണ് ഉടമകൾ. അളിയൻ നല്ല കറുത്ത ഒത്ത ഒരുവൻ, പക്ഷേ നല്ല പെരുമാറ്റം. അന്ന് അടുത്തുള്ള ഏക വിദ്യാലയമായതുകൊണ്ട് നല്ല ഡിസ്കൗണ്ട് തരും. കാലം കുറെ കഴിഞ്ഞു. സ്കൂളിൽ നിന്നും ഞങ്ങൾ കോളേജിലെത്തി. കോളേജിൽ ഒരു നാടകം അവതരിപ്പിക്കേണ്ടി വന്നപ്പോൾ പഴയ ജ്യോതി ജ്വല്ലറിയിൽ ചെന്നു. ആ കട അവിടെ ഇല്ല. അടുത്തുള്ള ആസാദ് ഹോട്ടൽ മുതലാളിയുടെ തിരക്കിയപ്പോൾ അറിഞ്ഞത് കട നടത്തിയിരുന്നത് ഇപ്പോഴത്തെ തമിഴ് നടൻ വിജയകാന്ത് ആയിരുന്നു എന്ന്. കാലം വീണ്ടും മുന്നോട്ട്. ലാലേട്ടന്റെ സിനിമയിലെ 25 വർഷം തിരുവനന്തപുരം MG കോളേജിൽ വെച്ച് നടത്തിയപ്പോൾ മുഖ്യാതിഥി വിജയകാന്ത് ആയിരുന്നു. അന്ന് പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, തിരുവനന്തപുരം എനിക്ക് അന്നം തന്ന നാടാണ്. ഇവിടുത്തെ മുക്കും മുടുക്കും മൂലയും വരെ എനിക്കറിയാം. എന്നിട്ട് തിരുവനന്തപുരത്തെ ഒട്ടുമുക്കാൽ സ്ഥലപ്പേരുകളും വിജയകാന്ത് പറഞ്ഞു. അതാണ് പറഞ്ഞത്, മധുരയിൽ ജനിച്ചെങ്കിലും അന്നം തന്ന തിരുവനന്തപുരത്തെ മറക്കാത്ത ഒരു മനുഷ്യൻ ഇവിടെ ഉണ്ടായിരുന്ന കാലമെല്ലാം. സിറ്റി സൈക്കിൾ അണ്ണാച്ചിയുമായി ശ്രീ പത്മനാഭന്റെ സന്നിധിയിൽ എന്നും പോയി ദർശനം നടത്തിയിരുന്ന ഒരു മനുഷ്യൻ. അതാണ് ക്യാപ്റ്റൻ എന്ന് തമിഴ് മക്കൾ ആദരവോടെ വിളിക്കുന്ന വിജയകാന്ത്. അങ്ങേക്ക് ഞങ്ങൾ ആറ്റിങ്ങൽക്കാരുടെ ബാഷ്പാഞ്ജലികൾ. ഇതാണ് ആ പോസ്റ്റ്. കഴിഞ്ഞ ദിവസം ഈ ലോകത്തോട് വിട പറഞ്ഞത് തമിഴകത്തിന്റെ സ്വന്തം നടനും ഹൃദയവിശാലതയുള്ള സഹജീവികളുടെ കരുണയുള്ള ഒരു മനുഷ്യനുമായിരുന്നു. ആ മനുഷ്യൻ തമിഴ്നാട്ടുകാർക്ക് ആരായിരുന്നുവെന്നത് അറിയാൻ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തിയ 10,000ങ്ങളുടെ ദുഃഖം കണ്ടാൽ മതിയാകും. വിജയകാന്ത്. വിജയകാന്തിലെ നടനേക്കാൾ അദ്ദേഹത്തിനുള്ളിലെ മനുഷ്യനെ സ്നേഹിക്കുന്നവരാണ് തെന്നിന്ത്യയിലേറെയും. തന്റെ പ്രതാപകാലത്ത് തുടങ്ങി ആരോഗ്യം ക്ഷയിക്കുന്നതുവരെ അദ്ദേഹം ചെയ്ത നല്ല പ്രവൃത്തികൾക്ക് കയ്യും കണക്കുമില്ലായിരുന്നു. ഒരു കാലത്ത് ക്യാപ്റ്റൻ പ്രഭാകറും സേതുപതി IPSഉം ചിന്ന കൗണ്ടറുമൊക്കെയായി കാണികളെ പുളകം കൊള്ളിച്ച നായകൻ വിജയകാന്ത് കോളിവുഡ് ഇൻഡസ്ട്രിയിൽ ചെന്തമിഴിന്റെ കയ്യൊപ്പായിരുന്നു. അദ്ദേഹം വിട പറയുമ്പോൾ, ആ യുഗം അസ്തമിക്കുമ്പോൾ തമിഴ് സിനിമയുടെയും ആസ്വാദകരുടെയും ക്യാപ്റ്റൻ കൂടിയാണ് തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് മറയുന്നത്. എനിക്കും ഇളമൈ എന്ന സിനിമയിലൂടെയാണ് വിജയകാന്ത് വെള്ളിത്തിരയിലെത്തുന്നത്. വില്ലനായി വേഷം വിട്ട അദ്ദേഹം സട്ടം ഒരു ഇരട്ടറ എന്ന സിനിമയിലൂടെയാണ് നായകനായി എത്തുന്നത്. ഹിന്ദിയിലും മലയാളത്തിലും അടക്കം വിജയകാന്ത് നായകനായ ഒട്ടേറെ സിനിമകൾ റീമേക്ക് ചെയ്യപ്പെട്ടിരുന്നു. ആദ്യ 10 വർഷത്തിനിടെ 70ൽ പരം ചിത്രങ്ങളിൽ നായകനായ വിജയകാന്ത് ഒരേ സമയം 2 ചിത്രങ്ങളിൽ വരെ അന്നത്തെ കാലങ്ങളിൽ അഭിനയിച്ചിരുന്നു. S.A. ചന്ദ്രശേഖർ, R.K. സെൽവമണി, K. വിജയൻ എന്നിവരുടെ സംവിധാനത്തിൽ ഇറങ്ങിയ വിജയകാന്തിന്റെ മിക്ക ചിത്രങ്ങളും വലിയ വിജയമായിരുന്നു. ഒരു കാലത്ത് നടികർ സംഘത്തിന്റെ പ്രസിഡന്റുമായിരുന്നു വിജയകാന്ത്. നടികർ സംഘം എന്ന സംഘടന കടക്കണിയിലായപ്പോൾ വിജയകാന്ത് സ്വന്തം റിസ്കിൽ ഒരു സ്റ്റാർ ഷോ നടത്തി അതിൽ നിന്നും സമ്പാദിച്ച പണം കൊണ്ട് നടികർ സംഘത്തെ രക്ഷിച്ചിരുന്ന കഥയും തമിഴകം വിസ്മരിക്കുന്നതുമില്ല. പിന്നീട് നിർമ്മാതാവായിരുന്നപ്പോൾ താൻ കഴിക്കുന്ന ഭക്ഷണം തന്നെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പ്രവർത്തിക്കുന്ന മറ്റ് തൊഴിലാളികൾക്ക് നൽകാനും അദ്ദേഹം തീരുമാനിച്ചിരുന്നു. വിജയകാന്ത് ഷൂട്ടിംഗ് സെറ്റുകളിൽ ഭക്ഷണത്തിൽ തുല്യത കൊണ്ടുവന്നതോടെയാണ് മറ്റ് നിർമ്മാതാക്കളും തൊഴിലാളികൾക്ക് നല്ല ഭക്ഷണം നൽകാൻ തയ്യാറായതും. സിനിമാ മേഖലയിൽ ഒട്ടേറെ മാറ്റങ്ങളും നേട്ടങ്ങളും ഉണ്ടാക്കിയ താരമായിരുന്നു വിജയകാന്ത്. രജനീകാന്ത് അടക്കം തമിഴകത്തെ ഒട്ടുമിക്ക താരങ്ങളും വിജയകാന്തിനെ അവസാനമായി കാണാനും അന്തിമോപചാരം അർപ്പിക്കാനുമായി ചെന്നൈയിലെ DMDK കാര്യാലയത്തിലെത്തിയപ്പോൾ അതിൽ നടൻ വിജയ് അന്തിമോപചാരം അർപ്പിക്കുന്ന വീഡിയോയാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. വിജയകാന്തിന് ആദരാഞ്ജലി അർപ്പിക്കാനെത്തിയ വിജയ്ക്ക് നേരെ ചെരുപ്പേറുണ്ടായി. അതിന്റെ ദൃശ്യങ്ങൾ ഇന്നും വൈറലാണ്. അന്തിമോപചാരം അർപ്പിച്ച് വിജയ് വാഹനത്തിൽ കയറാൻ പോകുന്നതിനിടെയാണ് സംഭവം. ആൾക്കൂട്ടത്തിൽ നിന്ന് ആരോ നടനെതിരെ ചെരുപ്പെറിയുകയായിരുന്നു. വിജയുടെ തലയുടെ പുറകിൽ കൂടി ചെരുപ്പ് പോകുന്നതും വീഡിയോയിൽ വ്യക്തമാണ്. കൂടാതെ വിജയ്ക്കെതിരെ ചില മുദ്രാവാക്യങ്ങളും ആൾക്കൂട്ടത്തിൽ നിന്നും മുഴങ്ങുന്നുണ്ടായിരുന്നുവെന്നും പറയുന്നു. വിജയകാന്ത് ജീവിച്ചിരുന്നപ്പോൾ ഒരിക്കലെങ്കിലും കാണാൻ വന്നിട്ടുണ്ടോ? ഇതായിരുന്നു ചോദ്യം ആൾക്കൂട്ടത്തിന് ഇടയിൽ നിന്നും മുഴങ്ങിക്കേട്ടത്. സാമൂഹിക മാധ്യമങ്ങളിൽ ഒട്ടേറെ ആളുകൾ സംഭവത്തെ അപലപിച്ചു എങ്കിലും ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒന്നായിരുന്നുവെന്നും ഒരാളോട് ദേഷ്യമുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കേണ്ടത് ഇങ്ങനെയല്ലെന്നും ഒക്കെ പല കമന്റുകൾ വരുന്നുണ്ട്. നടനെ അപമാനിച്ചയാളെ ഉടനടി കണ്ടെത്തി കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്നും ഒട്ടേറെ പേർ അഭിപ്രായപ്പെടുകയും ചെയ്യുന്നുണ്ട്. വിജയും വിജയകാന്തും തമ്മിൽ പതിറ്റാണ്ടുകൾ നീണ്ട പരിചയമാണ്. പക്ഷേ വിജയ്ക്ക് വിജയകാന്തിനോട് ആത്മബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. കാരണം വിജയന്റെ അച്ഛൻ വിജയകാന്തിനോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ മകനെ നിങ്ങൾ ഇളയ ദളപതിയാക്കിയില്ലായിരുന്നു എങ്കിൽ അവൻ ഇന്നത്തെ വിജയ് ആകില്ലായിരുന്നു എന്ന്.